നമസ്തേ. മാതങ്കി കളരിക്കൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഓം നമ ശിവായ, ഓം പരാശക്തിയെ നമഃ. എല്ലാവർക്കും ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിങ്ങമാസം 1-ാം തീയതി ശനിയാഴ്ച, അന്നത്തെ ദിവസം പ്രദോഷം കൂടിയായിരുന്നു. ശിവഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് എടുക്കാവുന്ന ഒരു ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വ്രതമാണ് കേട്ടോ പ്രദോഷവ്രതം. ഈ വ്രതം എടുക്കുന്നത് കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ മാറിക്കിട്ടും, സന്താന ഭാഗ്യം ലഭിക്കും, ദാരിദ്ര്യ ശമനം ഉണ്ടാകും. മാസത്തിൽ 2 പ്രദോഷമാണ് കേട്ടോ വരുന്നത്. ഒന്ന് കറുത്ത പക്ഷത്തിലും ഒന്ന് വെളുത്ത പക്ഷത്തിലും. ത്രയോദശിയായിട്ട് വരുന്ന ദിവസത്തെയാണ് നമ്മൾ പ്രദോഷം എന്ന് പറയുന്നത്. പ്രദോഷ സന്ധ്യയിൽ എല്ലാ ശിവഭഗവാന്റെ ക്ഷേത്രത്തിലും അഭിഷേകങ്ങളുണ്ടാവും കേട്ടോ. ഞാൻ സാധാരണ ഇവിടെ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യാറുള്ളതാണ്. ശിവഭഗവാനും ആദിപരാശക്തിക്ക് അഭിഷേകങ്ങൾ ചെയ്യാറുള്ളതാണ്. പക്ഷേ ഈ ശനിയാഴ്ച എനിക്ക് കുറച്ച് തിരക്കായിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് ചെയ്യാമെന്നുള്ള സന്ധ്യാസമയത്ത് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ എനിക്ക് സന്ധ്യാസമയം കഴിഞ്ഞ് ഞാൻ വരാൻ, എന്നാലും ഞാൻ ചെറുതായിട്ട് ഭഗവാനൊന്ന് അഭിഷേകം ചെയ്തു കേട്ടോ. ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു ടെൻഷനാണ്. അപ്പം ഞാൻ ഒന്നുമില്ല, ശുദ്ധമായിട്ടുള്ള ജലം എടുത്ത് കുറച്ച് പുഷ്പങ്ങൾ അതിലിട്ടിട്ട് ഭഗവാൻ അഭിഷേകം ചെയ്തു. കൂടെ പാലുണ്ടായിരുന്നു, പാലും അഭിഷേകം ചെയ്തു. 2 പേരും, ആദിപരാശക്തിയും ഭഗവാനെയും. അപ്പം നന്ദീശനെയും നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷെ നന്ദീശനെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അഭിഷേകം ചെയ്യാൻ പറ്റില്ല. നന്ദീശൻ മണ്ണിൻ്റെ പ്രതിമ ആയതുകൊണ്ട് വെള്ളം തട്ടിയാൽ ചിലപ്പോൾ അലിഞ്ഞു പോകും. അപ്പം ഞാൻ ഫ്രണ്ടിൽ ഭഗവാനെ എപ്പോഴും ഇരുത്തുക ചെയ്യാം. ശിവഭഗവാന്റെ ഫ്രണ്ടിൽ നന്ദീശനെ ഇരുത്തുക ചെയ്യാം. പക്ഷെ അഭിഷേകങ്ങൾ ഇവർക്കേ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ ചെറുതായിട്ടൊരു അഭിഷേകം ചെയ്തു. മനസ്സ് ഭയങ്കര തൃപ്തിയായി. കൂടുതലായിട്ടൊന്നും സാധാരണ കുറേ ഇത് വെച്ചിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും ചെയ്തില്ല, സമയം ഉണ്ടായില്ല. കുറച്ച് വൈകിപ്പോയി. സന്ധ്യാസമയത്താണ് ചെയ്യേണ്ടത്, പക്ഷെ കുറച്ച് വൈകിപ്പോയി. എന്നാലും ഞാൻ അഭിഷേകങ്ങൾ ചെയ്തു. പാലും ശുദ്ധമായ വെള്ളം കേട്ടോ. പിന്നെ ഭഗവാന് ചന്ദനം കുങ്കുമം എല്ലാം വെച്ച് കൊടുത്തു, അമ്മയ്ക്കും വെച്ച് കൊടുത്തു. ദീപധൂപങ്ങളൊക്കെ കാണിച്ചു. ഭഗവാനെ നന്നായി ഒരുക്കി. കാണാൻ നല്ല രസം, നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു 2 പേരും. സാധാരണ ഞാൻ പ്രദോഷത്തിന് ഫാമിലിയായിട്ട് ചെയ്യണം എന്നാണ്, അഭിഷേകം ചെയ്യണം എന്നാണ് വിചാരിക്കാറുള്ളത് കേട്ടോ. അതായത് നന്ദീശനെയും ഭഗവാനും അമ്മയും മുരുകനും ഗണപതിയും ഇവരെല്ലാവരും കൂടി ഒന്നിച്ചിട്ടൊരു അഭിഷേകം ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അത് നടന്നില്ല. ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യാം. ഭഗവാനെ അനുഗ്രഹിക്കും തന്നെ വിചാരിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ കമൻറ്റിൽ എൻ്റെ അടുത്ത് ഒരാളൊരു കാര്യം പറഞ്ഞു കേട്ടോ. അതായത് മുന്നേ എൻ്റെ ഒരു ശിവലിംഗ അഭിഷേകം വീഡിയോ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, കുങ്കുമം, മഞ്ഞൾ, തുളസി ഇല ഇതൊന്നും ഭഗവാന് സമർപ്പിക്കാറില്ല, ഭഗവാൻ സന്യാസി രൂപത്തിലിരിക്കുന്ന ആളാണ് എന്ന് ശിവപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ശിവപുരാണത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരിക്കലും തുളസി ഇല ഭഗവാന് സമർപ്പിക്കാറില്ല. പിന്നെ കുങ്കുമം, ചന്ദനം, മഞ്ഞളൊക്കെ കുങ്കുമം, മഞ്ഞളും സമർപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ശിവലിംഗം മാത്രമായിട്ട് അഭിഷേകം ചെയ്യാറില്ല കേട്ടോ. കൂടെ ഞാൻ എപ്പോഴും മധുരമീനാക്ഷി അമ്മ, പാർവതി അമ്മയെ ഞാൻ ഭഗവാന്റെ അടുത്ത് തന്നെ ഇപ്പോഴും എൻ്റെ പൂജാമുറിയിൽ ഞാൻ ശിവലിംഗം നോക്കി മധുരമീനാക്ഷി അമ്മയും കൂടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്നത് ഭഗവാനും ശിവഭഗവാനും പാർവതി ദേവിയും മുരുകനും ഗണപതിയും എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് അവരുടെ ഫാമിലി ആയിട്ടാണ് ഇരുത്തിയിരിക്കുന്നത്. ഭഗവാനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടുകളിൽ എപ്പോഴും സന്യാസ രൂപത്തിലിരിക്കുന്ന ശിവലിംഗം നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ്. വീട് എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ, താമസിക്കുന്നവരല്ലേ. അപ്പം ഞാനും ഇവരെ ഫാമിലി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ അത് ഇഷ്ടമായിരിക്കും തന്നെ എൻ്റെ മനസ്സിൽ. എനിക്കും ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഭഗവാനെ വേറെ ആയിട്ട് കാണാറില്ല, നമ്മളെ കുടുംബത്തിലെ ഒരാളായിട്ടാണ് ഞാൻ എപ്പോഴും കാണാറുള്ളത്. എല്ലാവരും കേട്ടോ, പാർവതി ദേവിയും മുരുകനും ഗണപതി എല്ലാവരും എൻ്റെ കുടുംബത്തിലെ ഒരാളായിട്ടാണ് ഞാൻ കാണാറുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇനി അടുത്ത പ്രാവശ്യം എല്ലാവരെയും ഒന്നിച്ചിരുത്തി അഭിഷേകം ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഈ കമൻ്റ് ഇട്ടവരോട് ഒന്നും കൂടി ഞാൻ പറയാം, ഇങ്ങനെയുള്ള ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ആരാണെങ്കിലും പറയണം കേട്ടോ.
നല്ലതാണെങ്കിൽ നല്ലത് പറയൂ, തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയൂ. നല്ല കാര്യങ്ങളല്ലേ. അങ്ങനെ എൻ്റെ അഭിഷേകങ്ങളൊക്കെ ചെറുതായിട്ടൊരു സിമ്പിളായിട്ടൊരു അഭിഷേകങ്ങളൊക്കെ കഴിഞ്ഞു. ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് നല്ല സന്തോഷമായി. എന്താ പറയുക, അതെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ. എനിക്ക് കുറച്ച് തിരക്കായിപ്പോയി, എന്നാലും ഞാൻ വന്നിട്ട് അത് ഞാൻ ചെയ്തു, വൈകിയാലും. അങ്ങനെ എന്താ പറയുക, വളരെ സന്തോഷമായി. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം നമഃ ശിവായ. ഓം പരാശക്തിയേ നമഃ.